കൂറ്റൻ ബൈബിൾ ആവിഷ്കാരം വിശ്വാസികൾക്കായി സമർപ്പിച്ചു. തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ബൈബിൾ ആവിഷ്കാരം മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ് വിശ്വാസികൾക്കായി സമർപ്പിച്ചത്. പാർക്കിനോടനുബന്ധിച്ചുള്ള ചാപ്പലിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടൊപ്പം വിശ്വപ്രസിദ്ധമായ ഹിൽ ഓഫ് ക്രോസിന്റെ തനി ആവിഷ്കാരവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഗ്വാഡലൂപ്പയിലെ പ്രത്യക്ഷതയുടെ പുണ്യ സങ്കേതവും സമർപ്പിച്ചു. ദൈവത്തെ അറിയുന്നതിനുള്ള ഉത്തമമായ ഒരു സങ്കേതമാണ് മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് എന്ന് കാതോലിക്ക ബാബ പറഞ്ഞു. ബൈബിളിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് പോലും ബൈബിളിലെ സംഭവങ്ങളെക്കുറിച്ച് ആത്മീയ ഉൾക്കാഴ്ച പകരുന്ന ആകർഷകമായ രീതിയിലാണ് ബൈബിൾ തീം പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വവും മഹാത്മ്യവും വിളംബരം ചെയ്യാനായി വിശുദ്ധ ബൈബിളിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഇതിന്റെ സ്ഥാപകനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ മ്യൂസിയമാണ് തിരുവനന്തപുരം വെമ്പായത്ത് സ്ഥിതി ചെയ്യുന്നത്. 2018 ആരംഭിച്ച ഈ ബൈബിൾ മ്യൂസിയത്തിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ശേഷം അച്ചടിച്ച ആദ്യകാല ബൈബിളുകൾ, 400 വർഷം പഴക്കമുള്ള ഗ്രീക്ക് ബൈബിൾ, അന്താരാഷ്ട്ര ബൈബിൾ ഷോക്കേസ്, 5 ത്രോണാസുകളും 9 വിശുദ്ധന്മാരുടെയും 3 വിശുദ്ധകളുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന പാരഡൈസ് ഓഫ് ഹോളിനെസ് ദേവാലയം, സമാഗമ കൂടാരം, യേശുക്രിസ്തു ജനിച്ച സ്ഥലം, നിയമപ്പെട്ടകം, കാൽവരി മൗണ്ട്, യേശുക്രിസ്തുവിന്റെ കബറിടം ഉൾപ്പെടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്.